സ്നേഹശീതളമാരിപ്പൊഴിയും മേഘമാണു നീ. സ്നേഹമാം പ്രശോഭ വിതറും താരമാണു നീ. സ്നേഹകീർത്തനധാര ചൊരിയും നാദമാണു നീ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. എഴുതിയാലും തീരാത്ത കവിതയാണു നീ. പാടിയാലും തീരാത്ത ഗാനമാണു നീ. മാഞ്ഞിടാത്ത മാരിവില്ലിൻ ശോഭയാണു നീ. മാനവർക്കു സ്വർഗലോക വാതിലാണു നീ. എഴുതിയാലും തീരാത്ത കവിതയാണു നീ. പാടിയാലും തീരാത്ത ഗാനമാണു നീ. മാഞ്ഞിടാത്ത മാരിവില്ലിൻ ശോഭയാണു നീ. മാനവർക്കു സ്വർഗലോക വാതിലാണു നീ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. നന്മ നിറഞ്ഞവളെ മേരി നിർമ്മല കന്യകേ, വന്ദനം പാടി വണങ്ങിടുന്നു നിൻ തിരുസന്നിധേ. സ്നേഹരാഗം മീട്ടിടുന്ന മണിവീണ, സ്നേഹശീതള മാരിപൊഴിയുന്ന മേഘം, സ്നേഹമാം പ്രശോഭ വിതറുന്ന താരം, സ്നേഹകീർത്തന ധാര ചൊരിയുന്ന നാദം. എങ്ങനെയൊക്കെയാണ് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിക്കേണ്ടത്? അതുകൊണ്ടാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് ഇങ്ങനെ നമ്മോട് പറഞ്ഞത്, മേരിനാഥയുടെ നാമം ഇല്ലാത്ത ഇടങ്ങളുണ്ടോ? എത്രയോ കത്തീഡ്രലുകളാണ് അവൾക്ക് സമർപ്പിതമായിട്ടുള്ളത്. എത്രയോ സ്ഥാപനങ്ങളാണ് മേരി നാമത്തിലുള്ളത്. അമ്മയുടെ നാമമില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിലൊരു അംഗമുണ്ടോ? പരിശുദ്ധ മേരി നാമം, മേരി എന്ന നാമധാരണകളില്ലാത്ത ഏതെങ്കിലും കുടുംബമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് ലൂയി ഡി മോൺഫോർട്ട്. പ്രിയമുള്ളവരെ, അത്രമാത്രം മഹോന്നതയായി ഈ നല്ല അമ്മയെ ഉയർത്തി ദൈവം. അമ്മയെ മഹത്വപ്പെടുത്തുന്നവർ നിക്ഷേപം കൂട്ടിവെക്കും. നമുക്കമ്മയെ മഹത്വപ്പെടുത്താം. അത് സ്വർഗത്തിൻ്റെ സന്തോഷമാണ്, അത് ദൈവത്തിൻ്റെ ആനന്ദമാണ്. കാർമൽ ഗീതങ്ങളിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം വിളിക്കുകയാണ്. നമുക്ക് പാടാം, ഒരുമിച്ചിരുന്ന് മേരി കീർത്തനം പാടി ദൈവത്തിന് മഹത്വം നൽകാം. പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്ന വഴി പരിശുദ്ധ ത്രിത്വം മഹത്വപ്പെടും. നമുക്ക് പാടാം.
അവിടുത്തെ ഹിതത്തിനും കീഴ്പ്പെടാൻ അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിനും കീഴ്പ്പെടാൻ പരിശുദ്ധാത്മാവിൻ കൃപ എന്നിൽ വാഴാൻ പരിശുദ്ധ അമ്മേ നീ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവിൻ കൃപ എന്നിൽ വാഴാൻ പരിശുദ്ധ അമ്മേ നീ പ്രാർത്ഥിക്കണേ. അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിനും കീഴ്പ്പെടാൻ കണ്ണുനീർ തൂകിടുമ്പോഴും നൊമ്പരമേറിടുമ്പോഴും കണ്ണുനീർ തൂകിടുമ്പോഴും നൊമ്പരമേറിടുമ്പോഴും ജീവിതമിരുളിലായാലും എൻ്റെ അമ്മ എന്നാശ്രയമല്ലോ. ജീവിതമിരുളിലായാലും എൻ്റെ അമ്മ എന്നാശ്രയമല്ലോ. അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിനും കീഴ്പ്പെടാൻ പരിശുദ്ധാത്മാവിൻ കൃപ എന്നിൽ വാഴാൻ പരിശുദ്ധ അമ്മേ നീ പ്രാർത്ഥിക്കണേ. അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിനും കീഴ്പ്പെടാൻ പാവനാത്മാവിനാൽ നിറയാൻ പരിശുദ്ധ സ്നേഹത്തിൽ വളരാൻ പാവനാത്മാവിനാൽ നിറയാൻ പരിശുദ്ധ സ്നേഹത്തിൽ വളരാൻ പാരിതിൽ സാക്ഷിയായി തീരാൻ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കയെന്നും പാരിതിൽ സാക്ഷിയായി തീരാൻ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കയെന്നും അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിനും കീഴ്പ്പെടാൻ അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിനും കീഴ്പ്പെടാൻ പരിശുദ്ധാത്മാവിൻ കൃപ എന്നിൽ വാഴാൻ പരിശുദ്ധ അമ്മേ നീ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവിൻ കൃപ എന്നിൽ വാഴാൻ പരിശുദ്ധ അമ്മേ നീ പ്രാർത്ഥിക്കണേ. അമ്മയോടൊപ്പം
ചൊല്ലി അവിടുത്തെ ഹിതത്തിനും കീഴ്പ്പെടാൻ അമ്മയോടൊപ്പം ആമേൻ ചൊല്ലി അവിടുത്തെ ഹിതത്തിനും കീഴ്പ്പെടാൻ. അലൻ, അമ്മയോടൊപ്പം അമ്മേ ഞാനും ആമൻ പറയട്ടെ, അങ്ങനെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങട്ടെ എന്നുള്ള ഒരു ഹൃദയത്തുറവയോടുള്ള പ്രാർത്ഥനയായിരുന്നു ഗാനമായി അലൻ ആലപിച്ചത്. വളരെ നല്ലൊരു അനുഭവം പ്രദാനം ചെയ്യുവാൻ അലൻ്റെ ആലാപനത്തിന് കഴിഞ്ഞു. മാതാവിനോടുള്ള ഒരു പറ്റിച്ചേരൽ, ഒരു മോനായി തന്നെ അമ്മേ അങ്ങൻ്റെ ആശ്രയമാണെന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ ഈ ഗാനാലാപന സ്വഭാവത്തിൽ ഞാൻ കണ്ടു. എന്താണ് അമ്മയോട് ഇത്ര സ്നേഹം? അതിന് കിട്ടിയത് എങ്ങനെയാണ്? അമ്മയോടുള്ള സ്നേഹം എങ്ങനെ വഴിചാലിട്ട് വന്നു? എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര മാതാവിൻ്റെ ഭക്തനായിരുന്നു പണ്ട് മുതലേ. അപ്പോൾ ചെറുപ്പം മുതലേ ചാച്ചൻ പേഴ്സണൽ പ്രയറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ശേഷം ചെല്ലാനായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. മാതാവിൻ്റെ ചെറിയ ചെറിയ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തൊക്കെ അങ്ങനെ മാധവന്റെ നൊവേന പാട്ടുകളൊക്കെ പാടാറുണ്ട് പണ്ട്. അങ്ങനെ ആയിരിക്കും. ഓർമ്മയിൽ വല്ലതും കിട്ടുന്നു? മറിയമേ നിന്റെ ചിത്രത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക, നിൻമക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക. ഈ പാട്ടൊക്കെ ചെറുപ്പത്തിലെ കൂടെ ഇരുന്ന് അറിയില്ലെങ്കിലും വേർഡ്സ് ഒന്നും അറിയില്ലെങ്കിലും അങ്ങനെയൊക്കെ പാടുമായിരുന്നു. ഒരു വലിയ അനുഭവമായിരുന്നില്ലേ അത്? അതെ, തീർച്ചയായിട്ടും. ചാച്ചനിപ്പോൾ ഇല്ല. അപ്പം ഞാനൊരു 4th സ്റ്റാൻഡേർഡ് മുതൽ തുടർച്ചയായിട്ട് പള്ളി കൊയറിൽ പാടുമായിരുന്നു. അപ്പം സാധിക്കുന്ന ദിവസങ്ങളൊക്കെ ഇപ്പോൾ ശനിയാഴ്ചകളിലൊക്കെ ആണെങ്കിലും നൊവേനയൊക്കെ. അതെ, പള്ളിക്കൊയറിൽ പാടുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ മാതാവിനോട് പ്രത്യേക ഭക്തി ഉണ്ടാവണമെന്നില്ല. അതൊരു ചിലപ്പോഴെങ്കിലും ഓർക്കുന്നു, ഈ മാതാവിനോടുള്ള ഒരു സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണെന്ന് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈശോനെ വളർത്തിയത് മാതാവാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരെയും മാതാവിന് കാത്തു പരിപാലിക്കാൻ കഴിയുന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ. ഈ യുവത്വത്തിൻ്റെ ചെറിയ ഒരു ചിന്തയാണെങ്കിലും അതിന് വലിയ വ്യാപ്തിയുണ്ട്. ഈശോയെ വളർത്തിയത് അമ്മയാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും ഈ അമ്മയാൽ വളർത്തപ്പെടണമെന്നുള്ള ഒരു ബോധ്യം, അത് നിസ്സാര ബോധ്യമല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മയെന്ന്. ഈ അമ്മയാണ് എന്നെ വളർത്തിയത്, എന്നെ വളർത്തി പരിപാലിച്ചു, ലോകത്തിന് രക്ഷയായി എന്നെ പ്രദാനം ചെയ്തുവെങ്കിൽ ഈ അമ്മ നിന്നെയും വളർത്തും, വിശുദ്ധിയിൽ പാലിക്കും, അനുഗ്രഹത്തിൻ്റെ വഴിയെ കരം പിടിക്കും, പ്രത്യാശ പകർന്നു തരും, വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തും. അങ്ങനെ നീയും ലോകത്തിന് അനുഗ്രഹമായി മാറും എന്നതു തന്നെയാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് ഈശോ പറഞ്ഞപ്പോൾ അതിനുള്ളിലെ അർത്ഥവ്യാപ്തി എന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
പാരിനുമീതെ ഏറിയ മോഹനമാം ഏകസൂര്യൻ പാരിനുമീതെ ഏറിയ മോഹനമാം ഏകസൂര്യൻ പാവന കന്യാമേരിക്കു ചൂടാൻ 12 നക്ഷത്ര പൊൻകിരീടം പാവന കന്യാമേരിക്കു ചൂടാൻ 12 നക്ഷത്ര പൊൻകിരീടം നിൻ സുതനുടെ കാരുണ്യം അനുപമ വാത്സല്യം പകരാ അണയും അമലേ അരികിൽ ആരിനുമീതെ ഏറിയ മോഹനമാം ഏകസൂര്യൻ സാന്ത്വന നീലിമയാം മരിയേ നിന്നുടെ മേലങ്കി സാന്ത്വന നീലിമയാം മരിയേ നിന്നുടെ മേലങ്കി പാപമുണത്തും കൊടും തണുവിൽ സ്നേഹവിരിപ്പാൽ പൊതിയണമേ സ്വർണം പോലും മണൽ തരിയല്ലോ സ്വർണ്ണാലയമേ നിന്റെ മുൻപിൽ സ്വർണം പോലും മണൽ തരിയല്ലോ സ്വർണ്ണാലയമേ നിന്റെ മുൻപിൽ നിൻ സുതനുടെ കാരുണ്യം അനുപമ വാത്സല്യം പകരാ അണയൂ അമലേ അരികിൽ പാരിനുമീതെ ഏറിയ മോഹനമാം ഏകസൂര്യൻ ദിവ്യരഹസ്യമാതാൽ നിറയും ഓപ്പനി നീർ സുമമേ ദിവ്യരഹസ്യമാതാൽ നിറയും ഓപ്പനി നീർ സുമമേ സ്ത്രീകളിലേറ്റം ഭാഗ്യവതി സ്ലീഹരെ കാത്ത സ്നേഹവതി
ചായ്ച്ച പുണ്യവതി, മനുജന്റെ മുൻപിൽ കുനിയാതെ ദൈവ തിരുമുൻപിൽ തല ചായ്ച്ച പുണ്യവതി, നിൻ സുതനുടെ കാരുണ്യം ആ അനുപമ വാത്സല്യം പകരാ അണയും കമലേ അരികിൽ പാരിനുമീതെ ഏറിയ മോഹനമാം ഏകസൂര്യൻ, പാവന കന്യാമേരിക്കു ചൂടാൻ 12 നക്ഷത്ര പൊൻകിരീടം, പാവന കന്യാമേരിക്കു ചൂടാൻ 12 നക്ഷത്ര പൊൻകിരീടം, നിൻ സുതനുടെ കാരുണ്യം ആ അനുപമ വാത്സല്യം പകരാ അണയും അമലേ അരികിൽ പാരിനുമീതെ ഏറിയ മോഹനമാം ഏക സൂര്യൻ. അലൻ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള പൊൻകിരീടം ധരിച്ച സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ പരിശുദ്ധ മറിയമെന്ന് തിരുസഭ വിശേഷിപ്പിക്കുമ്പോൾ ആ മഹത്വകീർത്തനം അലൻ മനോഹരമായി ആലപിച്ചു. ഇപ്പോൾ അലൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഞാനിപ്പോൾ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ ഒരു ശബ്ദലേഖകൻ കൂടിയാണ്. അതെ അതെ, സൗണ്ട് എഞ്ചിനീയർ ആയി പ്രവർത്തിക്കുന്നു. അപ്പം മനോഹരമായി ഗാനങ്ങൾ ആലപിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണല്ലോ. കൊയറിലൊക്കെ എങ്ങനെ? 4th സ്റ്റാൻഡേർഡ് മുതലേ പള്ളിക്കോറിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്താണെങ്കിലും പഠനം എവിടെയായിരുന്നു? ഞാൻ ആദ്യം ശാലമല സിംസിലെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നൈയിലായിരുന്നു, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. ആ സമയത്തൊക്കെ ആണെങ്കിലും സാന്തോം ചർച്ച് ഞങ്ങളുടെ അധികം ദൂരമില്ല. അതെ അതെ, അപ്പം ഞായറാഴ്ചകളിലൊക്കെ അതുപോലെ സെൻറ് തോമസ് മൗണ്ടിലാണെങ്കിലും ഇടയ്ക്ക് ഇപ്പോൾ പോകാറുണ്ടായിരുന്നു. പിന്നെ ജീസസ് യൂത്തിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടുത്തെ ചെറിയ മിനിസ്ട്രിയിലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും തിരുവനന്തപുരത്താണെങ്കിലും ഇപ്പം ഏരീസ് വിസ്മയ മാക്സ് എന്ന കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയാണെങ്കിലും ജീസസ് യൂത്ത് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാ നൈറ്റ് വിച്ചിലും കാര്യങ്ങളൊക്കെ എല്ലാ ആഴ്ചകളിലും പങ്കെടുക്കും കഴിയുന്നത്രേ. പ്രത്യേകമായി അമ്മയോടുള്ള ജപമാല ഒക്കെ എങ്ങനെയാണ്? ജപമാല ചൊല്ലാറുണ്ട്. ഞങ്ങളുടെ കമ്പനി അധികം ആൾക്കാരില്ലെങ്കിലും സാധിക്കുന്ന ദിവസങ്ങളൊക്കെ സ്വന്തമായിട്ടെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ജപമാല ചൊല്ലിട്ട് കിടക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ജീവിത വഴികളിൽ എവിടെയൊക്കെ എത്തിയാലും അവിടെ ഒരു ദേവാലയം കണ്ടെത്തുക, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുക, തൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക, ജപമാല അർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേരുക. അനേക യുവഹൃദയങ്ങൾക്ക് ഇതൊരു വലിയ മാതൃക തന്നെയാണ്. പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഏതെല്ലാം ജീവിത ബാന്ധാവിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയെല്ലാം വിജയിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം, ആ ബോധ്യം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ വഴി യേശുവിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ആ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. അവിടുത്തെ കാവലും കോട്ടയും നൽകി എല്ലാ യുവജനങ്ങളെയും പ്രത്യേകമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ യുവത്വ ജ്വലനം ഓരോ യുവാവിൻ്റെയും യുവതിയുടെയും ഹൃദയത്തിലേക്ക് അങ്ങ് പതിപ്പിച്ചുറപ്പിച്ച് അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരിച്ചുവരത്തുള്ളികളാൽ ഓരോ മക്കളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ,
എല്ലാ യുവത്വ ഹൃദയങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അമ്മ ചേർത്ത് പിടിച്ച് തിരുപുത്രൻ്റെ തിരുഹൃദയത്തിൽ ഏറ്റവും സുരക്ഷിതമായി ചേർത്ത് വയ്ക്കണമേ. ആമേൻ.